ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നാങ്ങളേറെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മോർണിംഗ് റൂട്ടീനും കാണിച്ചിട്ടുണ്ട് കേട്ടോ. പോയ വഴിയുള്ള വിശേഷങ്ങളൊക്കെ സാധാരണ പോലെ രാവിലെ എഴുന്നേറ്റ് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറും സാമ്പാറും മാത്രമുള്ളൂ കേട്ടോ, വലിയ പരിപാടികളൊന്നുമില്ല. കുക്കിംഗ് കാര്യമായിട്ടില്ല കേട്ടോ, തൊണ്ട ശരിയായിട്ടില്ല, ചെറുതായിട്ട് ചുമയുണ്ട്. അത് കാരണം കൊണ്ടാണ് ശബ്ദം റെഡി ആവാത്തത്. 2-3 ദിവസത്തിനുള്ളിൽ ശരിയാവുമെന്ന് വിചാരിക്കാം. അപ്പം മത്തങ്ങ ഇട്ടിട്ടുള്ള സാമ്പാറാണ് കൂടുതലും മത്തങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഓവറായിട്ട് മല്ലിപ്പൊടിയൊന്നും ചേർക്കാണ്ട് ഇത്തിരി മത്തങ്ങ കൂടുതലിട്ടാൽ മതി, പരിപ്പൊന്നും കൂടുതൽ ചേർക്കണ്ട. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ കേട്ടോ. സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറേ വീഡിയോയിൽ ഞാൻ സാമ്പാർ കാണിച്ചിട്ടുണ്ട്, മീൻകറിയും കാണിച്ചിട്ടുണ്ട് അല്ലേ. സാമ്പാറും മീൻകറി ആയിരിക്കും എൻ്റെ വ്ളോഗുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ മത്തങ്ങയും പരിപ്പും ഒരു കഷ്ണം കായം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടില്ല, അതൊക്കെ കഷ്ണത്തിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വാതിൽ തുറക്കണമെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കുള്ള ചോറും കൊണ്ട് പോകണം, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. ബഹളം അടിച്ച് എല്ലാവരും കൂടി അകത്തേക്ക് കയറും. അപ്പോൾ പിന്നെ ഞാൻ അവർക്കുള്ള ചോറൊക്കെ റെഡിയാക്കി കൈ പിടിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് വാതിൽ തുറക്കുള്ളൂ കേട്ടോ. അവർക്കുള്ളത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല സമാധാനത്തിലിരിപ്പാണ് കേട്ടോ. ഇനിയും ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്നാണ് കാത്ത് നമ്മുടെ വെള്ളക്കുട്ടൻ ഇരിക്കുള്ളത്. ഈ വെള്ളക്കുട്ടനെ ഞാൻ അധികം കാണിക്കാറില്ല അല്ലേ. അപ്പോൾ ഈ വെള്ളക്കുട്ടന്മാർ അധികം ഇണക്കല്ല കേട്ടോ. ഇതിൽ ഒരു കണ്ടനും ഒരു പെണ്ണുപൂച്ചയാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് തീരെ ഇണക്കല്ല. ആ ഫുഡ് കൊടുക്കണ നേരത്ത് മാത്രമുള്ള സ്നേഹമുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് അവരത്ര ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഈ വെള്ളക്കണ്ടപ്പന് നല്ല സ്നേഹമാണ്, എന്നാലും അവന് ഭയങ്കര പേടിയാണ്. നമ്മൾ ചെന്നവൻ്റെ മേലൊന്ന് കൈവച്ചാവും, അങ്ങനെ പതിഞ്ഞു ചത്ത പോലെ കൊടുക്കും. ഞാൻ ചത്തേ എന്നുള്ള ഭാവത്തിൽ, ഇനി എന്നെ തൊട്ടിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് അവൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ. മറ്റേ കാന്താരിന്ന് വിളിക്കാൻ ഞാൻ അതിനെ, മറ്റേ പെണ്ണുപൂച്ചേനെ. ഇതൊരു ചിറ്റത്തിലുള്ളതാട്ടോ. ഇതിന് നന്നായിട്ട് വലുതായിട്ടാണ് നമ്മുടെ അമ്മ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടത്. അത് കാരണം ഇവർ അങ്ങനെ തീരെ ഇണക്കല്ലാണ്ടായി ഇത് പോയത് അങ്ങനെയാണ് കേട്ടോ. നല്ല സുന്ദരനാണ് ഇവർ. കറമ്പൻകുട്ടനല്ല നമ്മുടെ കണ്ടപ്പൻ്റെ പോലെ, പക്ഷേ സ്നേഹം കുറവാട്ടോ. വെള്ളക്കണ്ടപ്പന് സ്നേഹമുണ്ട്, എന്നാലും അത്ര സ്നേഹമില്ല. അപ്പോൾ അതാ പയറൊക്കെ പൊട്ടിച്ചു സാമ്പാറിലേക്കുള്ളത്. പയർ വേറെ എന്താ പറയുക, പെരിച്ചാഴി തത്തമ്മ ആരാണാവോ പൊട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പൊട്ടിച്ചിട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചീരയുടെ പൂവ് നുള്ളി കളഞ്ഞു, എന്നാലാണ് നല്ല ഇതളൊക്കെ വരിക. അപ്പോൾ അതാ നമ്മുടെ അപ്പുറത്തെ കൃഷി ചെയ്യുന്നിടത്ത് കോവൽ തൈകളൊക്കെ ചീഞ്ഞു പോയി. വീണ്ടും ഒരു വാഴ നട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് തുടങ്ങി മഴയില്ലേ. ഇന്നും സൂര്യൻ ഉദിക്കാൻ ഇത്തിരി വിഷമത്തിലാണ്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇന്നും മഴ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അതാ സാമ്പാർ വയ്ക്കാനാണ് പോണത്. അപ്പോൾ അതാ പലതരം കളറുകളുള്ള കഷ്ണങ്ങളാണ് അല്ലേ. എന്ത് ഭംഗിയാണ് അല്ലേ കാണാനായിട്ട്, ഇങ്ങനെ കുറേ പച്ചക്കറികളെടുത്ത് അരിയുമ്പോഴൊക്കെ. അങ്ങനെ ഞാൻ കുമ്പളങ്ങ ഒരു കഷ്ണം, വഴുതനങ്ങ, തക്കാളി, ക്യാരറ്റ്, അങ്ങനെ എല്ലാ കളറുകളുള്ള കഷ്ണങ്ങളും കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, വെണ്ടക്കായ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും അരിഞ്ഞ് എടുത്ത് കാട്ട് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ സാമ്പാർ വെക്കണ കാര്യം മുഴുവനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് തിക്കും തിരക്ക് വന്നു, പിള്ളേർ പോകണം നേരമായപ്പോൾ. അപ്പോൾ പിന്നെ കുറേ നേരത്തേക്കൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. എന്നുവെച്ചാൽ ശ്രീകുട്ടൻ 6:30 ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. ഞാൻ നല്ല ഉറക്കക്ഷീണമുള്ളപ്പോൾ ചിലപ്പോൾ 5:30, 5:45 ആയിട്ടാവും എഴുന്നേൽക്കുക. ചോറ് വയ്ക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ. അല്ലാണ്ട് ക്ഷീണമുള്ള ദിവസങ്ങളിൽ ചേട്ടൻ ചോറ് ആദ്യം തിളപ്പിച്ച് അവിടെ ഇറക്കി വയ്ക്കും. കറി പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ക്ഷീണമുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചേട്ടാ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാം. ചിലപ്പോൾ ചായ വയ്ക്കും, ചിലപ്പോൾ ചായ വയ്ക്കില്ല, എന്നാലും ചോറ് തിളപ്പിച്ചിറക്കി വയ്ക്കും. അതിനാണല്ലോ കൂടുതൽ ടൈം വേണ്ടത്. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ എഴുന്നേറ്റ് കറികളുടെ പരിപാടി നോക്കും. ബ്രേക്ക്ഫാസ്റ്റ് അന്ന് ഉണ്ടാക്കില്ല. അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉറക്കക്ഷീണം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു. പയർ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിൽ പയറിട്ടാലും. അപ്പോൾ അങ്ങനെ എല്ലാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമ്മുടെ സാമ്പാർ കൂട്ടനെ റെഡിയാക്കാൻ പോവുകയാണ്. ഇഡ്ഡലിക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ചു, മറന്നു പോവുക ഓരോ ദിവസവും ഇഡ്ഡലിക്ക് ഇടാനായിട്ട് കേട്ടോ. പിന്നെ അതാ കഷ്ണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടിയും ഒത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളി പിഴിഞ്ഞൊക്കെ ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറന്നാൽ മതി. ഇത്രയ്ക്കേ സാമ്പാർ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ എല്ലാതും കൂടി മിക്സ് ചെയ്ത് കടുക് വറുത്തിടുന്ന പരിപാടിയല്ലേ ഉള്ളൂ. പിന്നെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാൻ പറ്റും. അതിനിടയ്ക്ക് ചോറ് ഊറ്റി വയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് ആ കഞ്ഞിവെള്ളം മുറ്റത്ത് കൊണ്ടുപോയിക്കാണ് കേട്ടോ. നമ്മുടെ സിങ്കി കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പൊക്കെ ഉരുക്കി പോകണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി ഒഴിച്ച് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യാം. വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ നമുക്ക് ഓരോന്നിനൊക്കെ ഒഴിക്കാമല്ലോ. നമ്മുടെ കണ്ടപ്പൻ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാട്ടാ. എന്തൊരു ഉറക്കാല്ലേ.
ആന കുത്തിയാലും കൂടി അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ വിളിച്ചൊക്കെ നോക്കിയിട്ടാ. നെവർ മൈൻഡ് എന്ന് പറഞ്ഞ പോലത്തെ അവൻ കിടപ്പ് ഉറക്കാണ്. എനിക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട് എന്നുള്ള പോലെയാണ് അവൻ്റെ കിടപ്പ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ, എഴുന്നേറ്റ വഴി ഫുഡ് കഴിക്കും, പിന്നെ വീണ്ടും കിടന്നുറങ്ങും. അതാണ് അവൻ്റെ ഒരു പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് അവർ ഉറക്കം തന്നെയാണ്. പിന്നെ 5 മണിക്ക് തുടങ്ങി എന്നെ കാത്തിരിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ അവർക്ക്. അതിനിടയ്ക്ക് പാത്രം കഴുകൽ കഴിഞ്ഞു. പിന്നെ അതാ ചോറ് പാത്രം കഴുകിയ എല്ലാ പാത്രങ്ങളും, നമുക്ക് ചോറ് പകർത്താനുള്ള എല്ലാ പാത്രങ്ങളും ഒരു ഡവറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതാ ചോറ് പകർത്തി ഓരോരുത്തർക്കുള്ളത് കൊണ്ടുവയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ തിരക്കുള്ളവർക്ക് ആദ്യം കൊണ്ടുവയ്ക്കണം. ആദ്യം ചേട്ടൻ പോവും, പിന്നെ ശ്രീകുട്ടൻ, പിന്നെ ആദിത്യൻ, പിന്നെ ഞാൻ. അങ്ങനെയാണ് കേട്ടോ പോവുക. പിന്നെ ഇന്നിതാ നമ്മുടെ ആങ്ങളേരെ പാല് കാച്ചലാണ് കേട്ടോ. ശിവഗംഗ വ്ളോഗ്സ് എല്ലാവരും കാണാറുണ്ടെന്ന് എനിക്കറിയാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ്. എൻ്റെ നാത്തൂനാണ് കേട്ടോ ശിവഗംഗ വ്ളോഗ്സ്. അപ്പോൾ ആങ്ങളേരെ വീട്ടിൽ പാല് കാച്ചലാണ് പിറ്റേ ദിവസം കേട്ടോ. അപ്പം ഞാൻ ആദ്യം എല്ലാവരും കൂടി തലേദിവസം തന്നെ പോയി പിറ്റേ ദിവസം ഫുള്ളായിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ പോകണം എന്നൊക്കെയാണ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മേനെ ചേട്ടൻ്റെ ഓടിക്ക് പറഞ്ഞയച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പറഞ്ഞത് ആങ്ങളയ്ക്ക് കണ്ണിക്കേടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ പോകാനായിട്ട് ശ്രീകുട്ടനായതിനെന്ന് വെച്ചാൽ മാമനോടാണ് കൂടുതൽ ടച്ച് ആവുക, കൂടുതലടുത്ത് ഇടപഴകുക. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, അത് കണ്ണിക്കേടെന്ന് പറഞ്ഞ സംഭവം അറിയാലോ, പെട്ടെന്ന് പകരുന്നത് ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രീകുട്ടൻ പിന്നെ ശ്രദ്ധിക്കും, ആദ്യത്തെ ഒട്ടും ശ്രദ്ധിക്കില്ല പറഞ്ഞാലൊന്നും. അപ്പോൾ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാനും ചേട്ടനും കൂടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചപ്പം തലേദിവസമാണ് ഒരു പൂജയുണ്ട്, പിറ്റേ ദിവസം 5 മണിക്കാണ്, 7 മണിക്ക് പാല് കാച്ചൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് സൂര്യന് പുറത്തേക്ക് വരാൻ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. മഴ തന്നെയാണ് ഇന്നും. അപ്പോൾ അങ്ങനെ ഇന്നിതാ തലയിൽ വെളിച്ചെണ്ണ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം 6 മണിക്ക് പോയാലും ഇവിടെ നിന്ന് പോയാലും ഒരു കാര്യമില്ല, ഒന്നും കാണാൻ പറ്റില്ല, വെറുതെ പോയി പോരാന്ന് മാത്രം. അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് 2 ജോഡി ഡ്രസ്സ് ബാഗിലെടുത്ത് വെച്ച് ഇവരോടൊന്നും പറഞ്ഞില്ല. ഓഫീസിൽ ചെന്നിട്ട് ചേട്ടനോടും പിള്ളേരോടൊക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് ഞാൻ തിരിച്ചു വരുന്നില്ല, നേരെ മാമൻ്റെ അവിടേക്ക് പോവാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പോവാണ്ടിരുന്ന അത് എന്നത്തെ ഒരു സങ്കടമായി മാറില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ഓടിച്ചെന്ന് 7:30 ആവും കേട്ടോ എത്തുമ്പോൾ. അവിടേക്ക് അകലം കൂടുതലുണ്ട്, നല്ല ഇരുട്ടാവും. ശരിയാ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ കുറുമ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര പോസാണ്. ക്യാമറ ഓൺ ചെയ്ത അനിയത്തിൻ്റെ കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടി ആങ്ങളേരെ കുട്ടി കേട്ടോ. 2 പേർക്ക് ഇത് തന്നെയാണ് ഒരു പണി. ഭയങ്കര പണിയിലാണ് കേട്ടോ. തലമുടി കെട്ടലും ഇതൊക്കെ. ഇതാ പൂജയ്ക്ക് ഇരിക്കുന്നതാണ്, അവിടെ പൂജ നടക്കുന്നുണ്ട് കേട്ടോ. അത് പിടിക്കരുതെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ ഇരിക്കണത് മാത്രമാണ് പിടിച്ചത്. എല്ലാവരും കൂടി ഇതായിരിക്കണേ. അനിയത്തി അവിടെ റൂമിലുണ്ട് കേട്ടോ, അവളങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതാ എല്ലാവരും ക്യാമറ കണ്ടപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടി ക്യാമറ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടിനെയും കൂടി വിളിക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ ഫോട്ടോ എടുക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ എനിക്ക് ഓവറായിട്ട് വർത്താനം പറഞ്ഞ് ഇരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദിവസം പോയില്ലെങ്കിൽ ഇതിലൊന്നും പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് ഈ ജന്മ സമാധാനം കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ തീരുമാനം പെട്ടെന്ന് തന്നെ മാറ്റി. ഇനി ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ വേറെ ദിവസം. അപ്പോൾ എല്ലാവരും കൂടി പോയി അടിച്ചു പൊളിക്കുക. ഇനി ഫംഗ്ഷൻ നടത്തിയില്ലെങ്കിൽ തന്നെ ഒരു ദിവസം എല്ലാവരും കൂടി പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും വീട് പണ്ട് ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വീടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അടുക്കളയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അടുക്കളയാണ്. നല്ല നമ്മുടെ കടും പായസം കണ്ടില്ലേ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഇത് മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് കടയിൽ കൊടുത്തു, ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതാ നാത്തൂൻ്റെ ചേച്ചിയാണ് കേട്ടോ ഇത്. ചേച്ചിയും അമ്മയും ചേട്ടനും കുട്ടികളൊക്കെ ഉണ്ട്. അമ്മയും അച്ഛനും, അച്ഛനാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ പോകാൻ നിൽക്കുകയാണ് തലേദിവസം വന്നിട്ട്. അപ്പോൾ പിന്നെ ചേച്ചിയും ചേട്ടനും പിറ്റേ ദിവസം രാവിലെ വരില്ല എന്ന് പറഞ്ഞാൽ അമ്മയച്ഛനും അപ്പോൾ തലേദിവസം വന്ന് പോയതാണ് കേട്ടോ. അവർ ഒന്ന് വന്നിട്ട് പോയതാണ്. അപ്പോൾ അത് ഭയങ്കര യാത്ര പറയലാണ്. ടാറ്റയൊക്കെ പറഞ്ഞത് അവർ പോണ്. അമ്മ പിറ്റേ ദിവസം വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടിക്ക് ഈ കുട്ടികളൊക്കെ വന്നാൽ ഭയങ്കര പോസാണ് കേട്ടോ. കുട്ടികളും മാത്രമല്ല നമ്മളാര് ചെന്നാലും പിന്നെ ഭയങ്കര പോസ് കാണിക്കലാണ് നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അവർ പോയി. പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലൊന്നും തലേദിവസമൊന്നും പൂജ ഉണ്ടായിരുന്നില്ല. ഇവിടെ പക്ഷെ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ എല്ലാ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടി പോസൊക്കെ കാണിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. കഴിക്കണില്ല കേട്ടോ, വാശി പിടിച്ച് ഇങ്ങനെ കുറുമ്പ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ കറികളൊന്നും കാര്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നല്ല പണികളുണ്ടാവുമല്ലോ, ഒരു വീട് മാറുന്നതിൻ്റെ തലേദിവസം എന്തോരം പണികളുണ്ടാവും എന്ന് പറഞ്ഞാലാവില്ല. അപ്പോൾ നാത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വായിക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പൂത്തി അയച്ചത് മാത്രം ഉണ്ടായാലും വിഷമമായിട്ട് താങ്കളെ നാത്തൂന് വീണ്ടും പോയി പപ്പടം കാച്ചിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും കൂടി വന്ന് അങ്ങനെ ഞങ്ങൾ വട്ടമിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് കാണുക. ശ്രീകുട്ടൻ ആദ്യത്തിന് ഇല്ലാത്തതിൻ്റെ പോരായ്മ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സാരില്ല അല്ലേ, വയ്യാണ്ടാവണേറ്റും നല്ലതല്ലേ. ഇനിയൊരു ദിവസം എന്തായാലും അങ്ങോട്ട് പോയി ഫംഗ്ഷനൊക്കെ എന്തായാലും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നാളത്തെ ചടങ്ങുകളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്.